ഹായ് ഓൾ, വെൽക്കം ടു മിനൻ പി എസ്. എഴുത്തുകളരിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ രണ്ട് ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു 3 മാർക്കിന്റെയും ഒരു 5 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് എല്ലാ ദിവസവും പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് വൈ ഡിഡ് ദി പസഫിക് റീജിയൻ കോൾഡ് റിംഗ് ഓഫ് ഫയർ? എന്തുകൊണ്ടാണ് പസഫിക് മേഖലയെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. 3 മാർക്കിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ട് സാധ്യതയില്ല. നമുക്കത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് പറയണം. ദെൻ അത് എന്തുകൊണ്ടാണ് അതൊരു ആക്റ്റീവ് പ്ലേറ്റ് കൺവേർജൻ റീജിയൻ ആണ് എന്ന് പറയണം. പിന്നീട് അവിടെ ആക്റ്റീവ് വോൾക്കാനോസ് കൂടുതലാണ്. അപ്പൊ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്, ഈ പസഫിക് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പസഫിക് ഓഷനെ ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പസഫിക് ഓഷന്റെ ഒരു സറൗണ്ടിങ് റീജിയനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് എന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ട് ഇത് പറയുന്നു? ഈ റീജിയൻ എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോസ്, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വോൾക്കാനോസ് കാണപ്പെടുന്ന റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ വോൾക്കാനോസ് കണ്ടിന്യൂസ്ലി ഇറപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ പസഫിക് ഓഷൻ ചുറ്റും വരുന്ന അല്ലെങ്കിൽ പസഫിക് ഓഷന്റെ ബൗണ്ടറി നിൽക്കുന്ന റീജിയനാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അവിടെ ആക്റ്റീവ് വോൾക്കാനോസ് വളരെ കൂടുതലായുള്ളത് കൊണ്ട് അത് കണ്ടിന്യൂസ് ഇറപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ റീജിയൻ എങ്ങനെ വിളിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പസഫിക് റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പസഫിക് റീജിയൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യന്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. കൺവേർജിങ്, പ്രധാനമായിട്ട് കൺവേർജിങ്ങും ഡൈവേർജിങ്ങുമായിട്ടുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയേണ്ടത് ഇത് ആക്റ്റീവ് പ്ലേറ്റ് കൺവേർജിങ് റീജിയൻ ആണ്. ഇനി അതുകൂടെ ഏതാണെന്ന് കൂടെ നമുക്ക് പറയാനുണ്ട്. ഒന്ന് പസഫിക് പ്ലേറ്റിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ വെസ്റ്റേൺ സൈഡിലായിട്ട് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റും പസഫിക് പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെ കൺവേർജൻസും കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ പ്ലേറ്റ് കൺവേർജൻസും സ്പേസ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റുകൾ കൂടി ഏതാണെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് അത് എവിടെയായിരുന്നു ഈ പസഫിക് ഓഷ്യനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന റീജിയൻ ആണ് എന്നുള്ളത്. അത് ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോസ് വളരെ അധികം ഉള്ളത് കൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് എന്ന് പറയുന്നു. ഇനി അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് പ്ലേറ്റ് കൺവേർട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്ലേറ്റ് മൂവ്മെന്റുകൾ നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്കൊരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ഏതെങ്കിലും സ്പേസ് തീരും. ഇനി വളരെ ചെറുതായിട്ട് ആ ഒരു റീജിയൻ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമെങ്കിൽ അതുകൂടെ അതിനകത്ത് ആഡ് ചെയ്യും. അതിനുള്ള പോസിബിലിറ്റി കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ ലൊക്കേഷൻ പറയുക, അതൊരു ആക്റ്റീവ് വോൾക്കാനോ റീജിയൻ ആണ് എന്നുള്ള കാര്യം പറയുക. ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലേറ്റ് കൺവേർജൻസിന്റെ കാര്യം കൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത 5 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് പോയി. അത് വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമായിരുന്നു. നമുക്ക് UPSCക്ക് അല്ലെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഡയറക്ട്ലി കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ഹൗ ഡു ദി ഹിമാലയാസ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ക്ലൈമറ്റിനെ ഹിമാലയം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ ചോദ്യം ഇതിന് ഉത്തരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ലൈഡുകൾ നോക്കിയാൽ അവിടെ എല്ലാം ഡയറക്ട്ലി കൊടുത്തിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം ഇത് നമ്മൾ NCERT ടെക്സ്റ്റിൽ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന 3 പോയിന്റുകളാണ്. ഒന്ന്, ഹിമാലയം ഒരു ക്ലൈമറ്റിക് ഡിവൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. ദെൻ ഇത് നോർത്തേൺ സൈഡിൽ നിന്ന് വരുന്ന കോൾഡ് കറണ്ടിനെ അല്ലെങ്കിൽ കോൾഡ് എയർ മാസുകളെ ഇന്ത്യയിലേക്ക് കടക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു. ദെൻ അതുപോലെ തന്നെ ഈ മൺസൂണിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നതിനും വലിയൊരു പങ്ക് വഹിക്കും. ഇതാണ് പ്രധാനമായ പോയിന്റുകൾ. ഈ ഇതൊരു 5 മാർക്കിന്റെ ചോദ്യം 60 വേർഡിൽ എഴുതേണ്ടതായതുകൊണ്ട് തന്നെ ചുമ്മാ ഈ 3 പോയിന്റുകൾ എഴുതി വെച്ചാൽ മാത്രം പോരാ. യു ഹാവ് ടു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഹിമാലയത്തിന്റെ പൊസിഷൻ തന്നെ പറയാം. അതായത് തുടക്കം നമുക്ക് പറയാൻ പറ്റുന്ന ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, നിയർലി ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ഒരു ബൗണ്ടറി പോലെ അല്ലെങ്കിൽ വലിയൊരു വാൾ പോലെ നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ദി ലൊക്കേഷൻ ഓഫ് ഹിമാലയ, ഹിമാലയത്തിന്റെ ലൊക്കേഷനാണ് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ഏകദേശം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു ഭിത്തി പോലെ, ഒരു വോൾ പോലെ നിൽക്കുന്നു എന്ന് പറയാം. ദെൻ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഇന്ത്യയെ റെസ്റ്റ് ഓഫ് ദി വേൾഡുമായിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി ഏഷ്യയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോട്ട് ഓൺലി കൾച്ചറലി ആൻഡ് ഫിസിക്കലി ബട്ട് ഓൾസോ ക്ലൈമാറ്റിക്കലി. മറ്റ്
റീജിയണുമായിട്ട് ക്ലൈമറ്റിക്കലി വലിയ രീതിയിൽ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നതിന് കാരണമാണ്. ഇനി അതിനുശേഷം നമുക്ക് പറയാം അതിന്റെ കാരണം എന്ന് പറയുന്ന ഒന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ നോർത്തിൽ നിന്നും വരുന്ന ലാറ്റിക് റീജിയനിൽ നിന്നും വരുന്ന കോൾഡ് എയർ മാസുകൾ ഇന്ത്യയിലേക്ക് കടക്കാതെ പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ ഉണ്ടാകാതിരിക്കാൻ അത് കാരണമാകുന്നു എന്ന് പറയും. ഇനി രണ്ടാമത്, ഇന്ത്യയിൽ ലഭിക്കുന്ന മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വഴി വരുന്ന ആ വിൻഡിനെ തടഞ്ഞു നിർത്തി വലിയ രീതിയിലുള്ള ഓറോഗ്രാഫിക് റെയിൻഫോൾ ഉണ്ടായി ഇന്ത്യയിൽ മഴ പെയ്യുന്നതിന് വലിയ ഒരു റോള് വഹിക്കുന്നുണ്ട് ഈ ഹിമാലയ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ രണ്ട് പോയിന്റുകൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് ഇനി ഇതിലേക്ക് ഒരു കൺക്ലൂഷൻ കൊണ്ടുവരണം. അപ്പൊ കൺക്ലൂഷൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള ക്ലൈമറ്റിന്റെ ഇൻഫ്ലുവൻസ് മാത്രമല്ലാതെ ഇന്ത്യയിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവറുകളുടെ ഊർജ്ജം, ഇന്ത്യയിലൂടെ പോകുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഇന്ത്യയിലേക്ക് വേണ്ട വെജിറ്റേഷൻ, നാച്ചുറൽ വെജിറ്റേഷൻ, ഇതിനും വേണ്ട ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഒരു റീജിയൺ ആണ് ഹിമാലയം എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് എഴുതി നമുക്ക് തീർക്കാനായിട്ട് കഴിയും. ഇങ്ങനെയായിരുന്നു ഇതിന്റെ ആൻസർ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.